ഇത്രയും ഫാഷൻ പോരെ മോളെ? പവിത്ര ബന്ധം, പരിശുദ്ധ സ്വർണം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, തൃശൂർ റോഡ്, ഇടപ്പാൾ. ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ? പൊന്നാനി നിയോജക മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. പൊന്നാനി നിയോജക മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ചമ്പ്രോട്ടം ജംഗ്ഷനിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് C ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ UDF നിയോജക മണ്ഡലം ചെയർമാൻ V സെയ്ദ് മുഹമ്മദ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ജില്ലാ UDF ചെയർമാൻ PT അജയ് മോഹൻ, കൺവീനർ അഷ്റഫ് കോക്കൂർ, ഇബ്രാഹിം മൂദൂർ, നിയോജക മണ്ഡലം UDF കൺവീനർ CM യൂസുഫ്, UDF ചെയർമാൻ PP യൂസുഫ് അലി, കൺവീനർ ഷംസു കല്ലാട്ടേൽ, അഹമ്മദ് ബാഫക്കി തങ്ങൾ, PT ഖാദർ, VV ഹമീദ്, PV അലി, മുസ്തഫ വടമുക്ക്, അബ്ദുൾ റഷീദ്, KR റസാഖ്, TA മജീദ്, U മുനീബ്, TK അബ്ദുൽ ഗഫൂർ, ഷബീർ BM, നബീൽ നെയ്ദുല്ലൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. മുഴുവൻ ആളുകളും പേപ്പറുകളാവുക എന്നല്ലാതെ അതിൽ കുറഞ്ഞൊരു മിനിമം പരിപാടി നമുക്കില്ല. അതിനെന്തൊക്കെ ചെയ്യണം? അത് മുഴുവൻ ട്രെയിനിൽ കയറിയിട്ടില്ല. സ്ഥാനാർത്ഥികളെ ഒന്നും പോയി ഇനി വീണ്ടും വരുന്ന കാര്യങ്ങളുണ്ട്. അതിനിപ്പോ ഇവിടെ ഇന്ത്യ ജയിക്കാൻ എന്റെ ബൂത്ത് എന്നൊരു പ്രോഗ്രാം ടോക്കൌട്ടിൽ മുന്നോട്ട് പോകുന്നുണ്ട് യൂസുഫലിന്റെ നേതൃത്വത്തിൽ. മറ്റ് ബൂത്ത് ചെയർമാൻ കൺവീനർമാരെ വീട്ടിൽ പിടിക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ ബൂത്ത് കമ്മിറ്റികൾ നിലവിൽ വന്നിട്ടില്ല പൂർണ്ണമായിട്ടും. 25% പോലും ബൂത്ത് കമ്മിറ്റികൾ വന്നിട്ടില്ല. സെൻട്രൽ കമ്മിറ്റി യോഗം ചേർന്ന് 25-ാം തീയതിക്കകം വരണമെന്നാണ് തീരുമാനിച്ചത്. അപ്പോഴാണ് നമ്മൾ വോട്ടർ ലിസ്റ്റ് പഠിക്കാൻ ഇരിക്കാൻ വേണ്ടി പറയുന്നത്. ഞാൻ ആരും കുറ്റപ്പെടുത്തില്ല, എന്റെ നെഞ്ചിലേക്ക് തന്നെ കൈ ചൂണ്ടി പറയാണ്. കോൺഗ്രസ് ആണെങ്കിലും ലീഗ് ആണെങ്കിലും വോട്ടർ സിസ്റ്റമൊക്കെ എത്ര കാലം മുമ്പ് കിട്ടി. ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ആണെന്നും അതിനെ നമ്മൾ യോജിപ്പിച്ചെടുക്കണമെന്നും അത് പഠിക്കണമെന്നൊക്കെ നമുക്ക് നിർദ്ദേശം കിട്ടിയിട്ട് നമ്മൾ എത്രമാത്രം ഇത് പ്രാവർത്തികമാക്കി. നാളത്തെ 24 മണിക്കൂറിനുള്ളിൽ മാത്രം ആലോചിക്കേണ്ട കാര്യമല്ലല്ലോ അത്. ഏതായാലും ചെയ്യാവുന്ന രീതിയിൽ നാളത്തെ ദിവസത്തിനുള്ളിൽ ചെയ്യാൻ ശ്രമിക്കാം. ഇനി ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോവാം. ഇവിടെ ഭൂരിപക്ഷം നേടാൻ നമുക്ക് ഒറ്റക്കെട്ടായി ശ്രമിക്കാൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല.